നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ശാസ്ത്രം എത്രത്തോളം ഉഷാറായി വളർന്നുപോയി. മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തി, ആകാശങ്ങൾ തേടി തേടിപ്പോയി, സമുദ്രങ്ങളുടെ ആഴങ്ങൾ എത്രയാണ് എന്ന് കണ്ടെത്തുന്നതിനുള്ള വ്യത്യസ്തങ്ങളായ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ സാങ്കേതിക വിദ്യയിൽ എത്രയോ ഉന്നതിയിലേക്ക് എത്തി, റോബോട്ടിക് കാലഘട്ടം എത്തി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടു കൂടി ഓപ്പറേഷൻ നടക്കുന്ന കാലഘട്ടം എത്തി. എന്നാൽ ഇപ്പോഴും മനുഷ്യന് ഉത്തരം കിട്ടാത്ത ഒരേ ഒരു ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നു. ഖുൽ അറഅയ്തും മിൻ അസ്ബഹ മാഉകും ഗൗറാ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. പരിശുദ്ധ ഖുർആൻ ചോദിക്കുകയാണ്, നബി അങ്ങ് ചോദിക്കുക, നിങ്ങളുടെ നീരുറവകൾ വറ്റിപ്പോയാൽ നിങ്ങൾക്കാരാണ് വെള്ളം നൽകുന്നത്? നിങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം അത് നഷ്ടപ്പെട്ടു പോയാൽ, അത് വറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടുന്ന് വെള്ളം കിട്ടുന്നു? നിങ്ങൾക്ക് എവിടുന്ന് മഴ ലഭിക്കുന്നു? 10 വർഷത്തിൽ കൂടുതലായിട്ട് മഴ ലഭിക്കാത്ത രാജ്യങ്ങൾ നമ്മുടെ ലോകത്തുണ്ട്. വ്യത്യസ്തങ്ങളായ ടെക്നോളജികളൊക്കെ ഉപയോഗിച്ച് മഴ പെയ്യിപ്പിക്കുന്നുണ്ടെങ്കിലും ജനങ്ങൾക്ക് ആവശ്യമായ മഴ കിട്ടുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ്. ആ സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശാലമായ വെള്ളം നൽകുന്നു, വിശാലമായ മഴ നൽകുന്നു, വായു നൽകുന്നു. ശുദ്ധമായ വായു ഇല്ലാതെ ഇന്ത്യയിലെ തന്നെ ബാംഗ്ലൂരും അതുപോലെ ഡൽഹിയും മുംബൈയും അടക്കമുള്ള നഗരങ്ങൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പത്ത് അവൻ്റെ പണമാണെങ്കിൽ, ഏറ്റവും വലിയ സമ്പത്ത് അവൻ്റെ മക്കളും അവൻ്റെ വാഹനങ്ങളും അവൻ്റെ വീടുകളുമാണെങ്കിൽ, ഈ ലോകത്തൊരു മനുഷ്യനും ശ്വാസം കിട്ടാതെ മരിക്കുമായിരുന്നില്ല. പണം കൊണ്ട് നമുക്കെല്ലാം മേടിക്കാമായിരുന്നെങ്കിൽ ഈ ലോകത്തൊരു മനുഷ്യനും മരണത്തിന് കീഴ്പ്പെടുമായിരുന്നില്ലല്ലോ. പണത്തിനേക്കാൾ അപ്പുറം മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൗജന്യമായി നൽകുന്ന ഓക്സിജനാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല സൗജന്യമായി നൽകുന്ന വെള്ളമാണ്, ഭക്ഷണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ഈ ലോകത്തേക്ക് അയച്ച സമയത്ത് പറഞ്ഞ വാക്കെന്താണ്? ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ. ഞാൻ ഈ ലോകത്തേക്ക് ഒരു ഖലീഫയെ ഞാൻ നിയമിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഒരു പ്രതിനിധിയെ നിയമിക്കുന്നുണ്ട്. അല്ലാതെ ഈ ലോകത്തേക്ക് ഒരു അധിപനെയല്ല. ഈ പ്രകൃതിയുടെയും ഈ കാണുന്ന സർവ്വ ചരാചര സൃഷ്ടികളുടെയും അധികാരസ്ഥനല്ല നമ്മൾ, അതിൻ്റെയൊക്കെ ഒരു മാനേജറാണ്. നോക്കി വളർത്തുക എന്നുള്ളതാണ്. നമ്മുടെ മുൻഗാമികൾ അതിമഹത്തരമായി നമുക്ക് കൈമാറ്റം ചെയ്തു തന്ന ഈ ഒരു ഭൂമിയെ അടുത്ത ജനതയ്ക്ക് ഒരു കേടും കൂടാതെ അത് എത്തിച്ചു കൊടുക്കുക എന്നുള്ള സൂപ്പർവൈസിങ് ജോലിയാണ് നമ്മുടെ മുന്നിലുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുതെ പ്രഖ്യാപിച്ചതല്ലല്ലോ. അല്ലാഹു എത്ര മഹത്തരമായിട്ടാണ് ഭൂമിയെ സംവിധാനിച്ചു വെച്ചത്. മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം എടുത്തു പരിശോധിച്ചാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ജീവൻ നിലനിൽക്കാൻ ആവശ്യമായ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിലകൊള്ളുന്നത് ഭൂമിയിലാണ്. മനുഷ്യ ജീവിതത്തിന് ഏറ്റവും ആവശ്യമായ വെള്ളമാണ്. ആ വെള്ളത്തിന്റെ 71%, ഭൂമിയിൽ 71% ജലം നിറച്ചുകൊണ്ട് അല്ലാഹു തആല സംവിധാനിച്ചു. എന്ന് മാത്രമല്ല, വെള്ളത്തെ പോലെ തന്നെ ആവശ്യമായതാണ് ഓക്സിജൻ. അത് അല്ലാഹു തആല ആവശ്യമായ അളവിൽ നമുക്ക് സംവിധാനിച്ചു നൽകുന്നു. നിങ്ങൾ നോക്കി, എത്ര അനുകൂലമായ കാലാവസ്ഥയാണ്. സൂര്യൻ ഇപ്പോൾ നിൽക്കുന്ന ആ ഒരു നൃത്തത്തിൽ നിന്ന് അല്പം താഴോട്ട് വന്നാൽ ചൂട് കാരണം നമുക്ക് ജീവിക്കാൻ കഴിയില്ല. ആ നൃത്തത്തിൽ നിന്ന് അല്പം മുകളിലോട്ട് പോയാൽ ശൈത്യം കാരണം, തണുപ്പ് കാരണം നമുക്ക് ജീവിക്കാൻ കഴിയില്ല. അവിടെ കൃത്യമായി അല്ലാഹു തആല ഇത് സംവിധാനിച്ചു വെക്കുന്നു. റബ്ബ്, രക്ഷിതാവ്, എല്ലാ രൂപത്തിലും അതിനെ കൃത്യമായി അടയാളപ്പെടുത്തി വെക്കുന്നു. എന്നിട്ട് നമ്മളോട് പറയുന്നു, ഇനി നിങ്ങൾ അടുത്ത ജനറേഷന് വേണ്ടി നിങ്ങൾ കൈമാറ്റം ചെയ്യുക. ഞാൻ പറഞ്ഞതിൻ്റെ ആകെ ചുരുക്കം എന്ന് പറയുന്നത്, ഈ ഭൂമിയിൽ നമ്മൾ ശ്വസിക്കുന്നതായിക്കോട്ടെ, നമ്മൾ ഉപയോഗിക്കുന്നതായിക്കോട്ടെ, ഇതെല്ലാം നമ്മുടേതാണ് എന്ന് നമ്മൾ കരുതാൻ പാടില്ല. ഒരു 25 വർഷത്തിന് ശേഷം അല്ലെങ്കിൽ ഒരു 100 വർഷത്തിന് ശേഷം നമ്മുടെ ബെഡ്റൂമിൽ ആരായിരിക്കും കിടക്കുന്നുണ്ടാവുക? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ ബെഡ്റൂം ഇന്ന് നമ്മൾ കിടക്കുന്നു. ഒരു 100 വർഷം അല്ലെങ്കിൽ 50 വർഷത്തിന് ശേഷം ആരായിരിക്കും കിടക്കുന്നുണ്ടാവുക? ഇന്ന് ഈ പള്ളിയിൽ നിങ്ങളിരിക്കുന്ന സ്ഥാനങ്ങളിൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ആരായിരിക്കുക? നമ്മളായിരിക്കൂല. കഴിഞ്ഞ കാലങ്ങളിൽ ഇരുന്ന പല ആളുകളും ഇപ്പം ഇരിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഒന്നും കോൺസ്റ്റന്റ് അല്ല. ഇതെല്ലാം കൈമാറ്റം ചെയ്യപ്പെടാനുള്ളതാണ്. നമ്മൾ ധരിക്കുന്നതും നമ്മൾ കഴിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും അടുത്ത ഒരു തലമുറക്ക് കൈമാറ്റം ചെയ്യപ്പെടാനുള്ളതാണ് എന്ന് മനസ്സിലാക്കുക. എത്ര കഷ്ടപ്പെട്ടാണ് ഒരു വീടുണ്ടാക്കുന്നത്, എത്ര കഷ്ടപ്പെട്ടാണ് ഒരു വാഹനം ഉണ്ടാക്കുന്നത്. ഇന്നലെ ഞാൻ വരുന്ന സമയത്ത് നാഷണൽ ഹൈവേയിൽ ഒരു ആക്സിഡന്റ് നടന്നു. 3 നല്ല വണ്ടികളൊക്കെ ആയിട്ട് ആക്സിഡന്റ് നടന്നു. ആ സമയത്ത് അതിലൊരു വണ്ടി രജിസ്ട്രേഷൻ വണ്ടിയാണ് എടുത്തുകൊണ്ടുവരിക, അല്ലെങ്കിൽ രജിസ്ട്രേഷൻ കഴിയുന്നതിന് മുമ്പുള്ള വണ്ടിയാണ്. ഞാൻ ആലോചിച്ചു പോയി, അയാളുടെ സങ്കടം എത്രയായിരിക്കും. അത്യാവശ്യം 10-45 ലക്ഷം രൂപ വില വരുന്നൊരു വാഹനം, ആ വാഹനത്തിൽ സ്ക്രാച്ച് വീണ് അയാളുടെ വിഷമം എത്രയായിരിക്കും എനിക്ക് ഊഹിച്ചാൽ മനസ്സിലാവും, നിങ്ങൾക്കും മനസ്സിലാകും. അതുപോലെ തന്നെ നമ്മുടെ വീട് പ്രളയം വരുന്ന സമയത്ത് വീട്ടിലേക്ക് വെള്ളം കയറിയാൽ നമുക്ക് എത്ര ടെൻഷനാ. എന്തേ കാരണം? ഈ വീട് എൻ്റെ മക്കൾക്കുള്ളതാ. എൻ്റെ വാഹനം എന്ന് പറയുന്നത് എൻ്റെ കുട്ടികൾക്കുള്ളത് നശിക്കാൻ പാടില്ല.
ഒരതിര് തർക്കത്തിന്റെ പേരിൽ മാസങ്ങളായി വർഷങ്ങളായി മിണ്ടാതെ നടക്കുന്നവരുണ്ട്. എന്തേ കാര്യം? ഒരു കുറ്റി ഒരു 5-10 സെന്റിമീറ്റർ അങ്ങോട്ടോ ഇങ്ങോട്ടോ വെച്ചു എന്ന കാര്യം കൊണ്ട് മിണ്ടാതെ നടക്കുന്നവരുണ്ട്. കാരണം എന്തേ? ഇത് എനിക്കുള്ളതല്ല, എൻ്റെ മക്കൾക്കുള്ളതല്ലേ, നാളെ അവർ ചോദിക്കൂലേ ബാപ്പ എന്തേ ഇത് വിട്ടുകൊടുത്തേ എന്ന് അവർ ചോദിക്കൂലേ എന്ന ന്യായം പറഞ്ഞുകൊണ്ട് നമ്മൾ തല്ലുകൂടുകയാണ്. അങ്ങനെ ഇരിക്കുന്ന നമ്മുടെ വീട് നമ്മൾ പൊളിച്ചു കളയൂല, നമ്മുടെ വാഹനം നമ്മൾ നഷ്ടപ്പെടുത്തൂല. പിന്നെ എങ്ങനെയാണ് നമ്മുടെ മക്കൾക്കും വരാൻ പോകുന്ന തലമുറക്കുമൊക്കെ ഉപയോഗിക്കേണ്ട ഈ ഭൂമിയെ നമ്മൾ ഇല്ലാതാക്കുന്നത്? അതുകൊണ്ട് പരിസ്ഥിതിയെ ഇല്ലാതാക്കുന്ന ഒരു പ്രവർത്തനത്തിന് നമ്മൾ ഉണ്ടാവാൻ പാടില്ല. അന്തരീക്ഷ മലിനീകരണം കുറക്കണം, ജലമലിനീകരണം ഇല്ലാതെയാക്കണം. ജലമലിനീകരണം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ മഴക്കാലം വരുന്ന സമയത്ത് നമ്മുടെ കിണറിൻ്റെ ഒരു 5-10 മീറ്റർ മാറിയിട്ട് ഒരു 2-3 മീറ്റർ താഴത്തിൽ കുറച്ച് കുഴികൾ ഉണ്ടാക്കി കൊടുത്താൽ 4-5 വർഷം കൊണ്ട് നമ്മുടെ കിണറിലെ വെള്ളത്തിൻ്റെ അളവ് കൂടിക്കൂടി വരും. ഇതൊരു സത്യമാണ്. അതൊന്നും നമ്മൾ ചെയ്യൂല. എന്തിനു മാത്രം നമ്മൾ വുളൂ ചെയ്യുന്ന സമയത്ത് 3 സ്വാഇനേക്കാൾ കൂടുതൽ വെള്ളം പള്ളിയിൽ നിന്ന് വുളൂ എടുക്കുന്ന സമയത്ത് വഖഫ് ചെയ്ത വെള്ളത്തിൽ നിന്ന് ഉപയോഗിക്കൽ ഹറാമാണ്. ഇത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. പള്ളിയിലെ വെള്ളം വഖഫ് ചെയ്ത വെള്ളമാണ്. ആ വെള്ളത്തിൽ നിന്ന് നമ്മുടെ കാലിലെ ചളി കളയാനുള്ള വെള്ളമല്ല അത്, നമ്മുടെ വാഹനം കഴുകാനുള്ള വെള്ളമല്ല അത് വുളൂ ചെയ്യാനുള്ള വെള്ളമാണ്. ആ വെള്ളത്തിൻ്റെ പരിധി എന്ന് പറയുന്നത് ഒരു അവയവത്തെ 3 പ്രാവശ്യം കഴുകാൻ എത്ര വെള്ളമാണോ വേണ്ടതെങ്കിൽ ആ വെള്ളമാണ് അതിൻ്റെ പരിധി. 4ാമത്തെ പ്രാവശ്യം കഴുകാൻ പാടില്ല. വസ്വാസൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് കഴുകി വരില്ല നല്ലത്. 4ാമത്തെ പ്രാവശ്യം മുഖം കഴുകാൻ പാടില്ല, കൈ കഴുകാൻ പാടില്ല. ഇത് പള്ളിയിലെ വെള്ളം അത്തരത്തിൽ ഉപയോഗിക്കൽ ഹറാമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അതുപോലെ തന്നെയാണ് തെരുവോരങ്ങളിലൊക്കെ കുടിക്കാൻ വേണ്ടി സ്ഥാപിച്ച വെള്ളം, ആ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പഞ്ചായത്തിൽ നിന്നും മുനിസിപ്പാലിറ്റിയിൽ നിന്നൊക്കെ ലഭിക്കുന്ന കുടിവെള്ളം, അത് കുടിവെള്ളത്തിന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത് ചെടി നനക്കാൻ പറ്റൂല, അത് വാഹനം കഴുകാൻ പാടില്ല, അത് അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. കാരണം ആ വെള്ളം എന്തിനാണോ വെച്ചതെങ്കിൽ അതിനു വേണ്ടി ഉപയോഗിക്കുക. അല്ലെങ്കിൽ പൈസ കൊടുത്ത് വെള്ളം മേടിച്ച് നമ്മുടെ വണ്ടി എന്താണ് നമ്മൾ കഴുകുക എന്നതിൻ്റെ അപ്പുറത്തേക്ക് വഖഫ് ചെയ്യപ്പെട്ട വെള്ളമായിക്കോട്ടെ മുതലായിക്കോട്ടെ അതല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഈ രൂപത്തിൽ നമ്മുടെ പ്രകൃതിയെ, നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ മുന്നിട്ട് വരിക. ആ സംരക്ഷിക്കുന്ന കാര്യങ്ങളിലൊക്കെ നമ്മുടെ മക്കളെ കൂടെ കൂട്ടുക എന്നൊരു കൂടി നമ്മൾ ചെയ്യണം. അങ്ങനെ ആകുമ്പോൾ മക്കളെ കൊണ്ട് ചെടികൾക്ക് വെള്ളം ഒഴിപ്പിച്ചു കൊടുക്കുക, മക്കളെ കൊണ്ട് തൈ നടുക, എന്നിട്ട് അവരെ കൊണ്ടത് പരിപോഷിപ്പിക്കുക. ഇത് നിന്റെ മരാണ് എന്ന് പറഞ്ഞ് ചെറുപ്പത്തിലെ ഒരു മോട്ടിവേഷൻ കൊടുക്കുക. നമ്മുടെയൊക്കെ വീട്ടിൽ കാണാം, എൻ്റെ വീട്ടിലേക്ക് എനിക്ക് പറഞ്ഞു തരാറുണ്ട്, അത് ഇന്ന വെല്ലുപ്പ സ്ഥാപിച്ച മാവാണ്, അത് ഇന്ന വെല്ലുപ്പ സ്ഥാപിച്ച പ്ലാവാണ്. ചിലപ്പോൾ എൻ്റെ ഉപ്പന്നെ പറയും, ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഇത്ര പോകുന്ന ഇത് സ്ഥാപിച്ചതാണ്, ഇപ്പം അതിൽ നിന്നല്ലേ നിങ്ങൾ മാമ്പഴം കഴിക്കുന്നതെന്ന് പറയും. എന്നതുപോലെ നമ്മുടെ മക്കൾക്കൊരു ഫ്യൂച്ചർ നമ്മൾ ബിൽഡപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാണ്. ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോയിന്റിൽ തന്നെ ഇപ്പോഴും ഉള്ളത്, ഇത് വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാണ്. ഇങ്ങനെയാണ് വിദ്യാഭ്യാസത്തിന് നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ടത്.